ഏറെ ആദരണീയനും ബഹുമാന്യനുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ സാർ, ഈ വേദിയിൽ തുടർന്ന് സംസാരിക്കുന്ന അമൽ സി രാജൻ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വേദിയിലുള്ള പ്രൊഫസർ കെ എസ് മാധവൻ മാഷ്, ഹരിദാസ് മാഷ്, വി ആർ ജോഷി ഉൾപ്പെടെയുള്ള ഏറെ ആദരണീയരും ബഹുമാന്യരും ശ്രേഷ്ഠരുമായ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് സംസാരിക്കുന്ന വിഷയം ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ വർണ്ണവ്യവസ്ഥ എന്താണ് എന്നാണ് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിഷയം. എന്താണ് വർണ്ണവ്യവസ്ഥ എന്ന് ഏറെക്കുറെ നമ്മൾക്കറിയാവുന്ന ഒരു വിഷയമാണ്. അതിനെ സംബന്ധിച്ച് സുദീർഘമായ സംഭാഷണമൊന്നും തന്നെ നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ചാതുർവർണ്ണയത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളായി സമൂഹത്തെ വിഭജിക്കുന്ന ക്രമത്തിൻ്റെ പേരാണ് വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ വർണ്ണവ്യവസ്ഥ കഴിഞ്ഞുപോയ ഒരു പുരാതന കാലത്തിൻ്റെ ക്രമം മാത്രമല്ല, നമ്മൾ ആധുനികരും പുരോഗമനകാരികളുമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തെ ഇന്നും പിടിമുറുക്കുന്ന ഒരു വ്യവസ്ഥാക്രമത്തിൻ്റെ പേരുകൂടിയാണ് വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ വർണ്ണധർമ്മ വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് സനാതനധർമ്മം എന്നുള്ളത്. അപ്പോൾ ഈ വ്യവസ്ഥാക്രമത്തെ, ഈ ഹിംസാത്മകമായ വ്യവസ്ഥാക്രമത്തെ നാരായണ ഗുരുസ്വാമികൾ എങ്ങനെയാണ് കണ്ടത്, ഏത് രീതിയിലാണ് ഈ വ്യവസ്ഥാക്രമത്തെ ഗുരു സമീപിച്ചത് എന്ന് ഗുരുവിൻ്റെ വാക്കുകളിലൂടെ കടന്നുപോയി വിശദീകരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം, ആലുവ അദ്വൈതാശ്രമത്തിൽ മാവിൻ ചുവട്ടിൽ ഒരിക്കൽ വിശ്രമിക്കുകയായിരുന്ന സ്വാമിയോട് ഭക്തൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധി വർണ്ണാശ്രമം നല്ലതാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, വർണ്ണം ആശ്രമം രണ്ടും രണ്ടാണ്. സാധാരണ ജാതിയെപ്പറ്റി പറയുമ്പോൾ വർണ്ണാശ്രമം എന്നാണ് പറയുന്നത്. വർണ്ണം എന്നാൽ ഗാന്ധി എന്താണെന്ന് പറയുന്നു. ഇതാണ് ഗുരുവിൻ്റെ ഭക്തനോടുള്ള തിരിച്ചുള്ള ചോദ്യം. അപ്പോൾ ഭക്തൻ പറഞ്ഞു, വർണ്ണം ജാതിയല്ല, ജാതിയും വർണ്ണവുമായി സംബന്ധമില്ല എന്നാണ് ഗാന്ധി പറയുന്നത്. അപ്പോൾ ഗാന്ധിയുടെ നോട്ടത്തിൽ വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ ജാതിയുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ്. പക്ഷേ 1935 കാസ്റ്റ് മസ്റ്റ് ഗോ എഴുതുന്ന ഗാന്ധി, പൊതുവെ നമ്മുടെ ബുദ്ധിജീവികൾ ഗാന്ധി ജാതി പോകണമെന്ന് പറഞ്ഞു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അതിന് ഉദ്ധരിക്കുന്ന പ്രബന്ധം ഇതാണ്: കാസ്റ്റ് മസ്റ്റ് ഗോ. ഞാൻ മിക്കവാറും വേദികളിലെല്ലാം പറയുന്നൊരു കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്, അവർ ആ പ്രബന്ധത്തിൻ്റെ ഹെഡിങ് മാത്രമേ വായിച്ചിട്ടുള്ളൂ, പ്രബന്ധം വായിച്ചിട്ടില്ല. കാരണം പ്രബന്ധത്തിലെ ആദ്യ വാചകം ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമധർമ്മ എന്നാണ് ഗാന്ധി ആ പ്രബന്ധം തുടങ്ങുന്നത്. ഞാൻ വർണ്ണാശ്രമധർമ്മത്തിൽ അഗാധമായി വിശ്വസിക്കുന്നു. പ്രബന്ധത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? കാസ്റ്റ് മസ്റ്റ് ഗോ, ജാതി പോകണം. വർണ്ണാശ്രമത്തിൽ അഗാധമായി വിശ്വസിക്കുമ്പോൾ എങ്ങനെ ജാതി പോകും? അതാണ് ഗുരു ഉന്നയിക്കുന്നു. ഗുരു പറയുന്നു, വർണ്ണം ജാതിയല്ല, ജാതിക്ക് വർണ്ണവുമായി ബന്ധമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കാം. ഗുരുവിൻ്റെ വാക്കുകളാണ്, ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കാം. അടുത്ത വാചകം, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അപ്പോൾ പിന്നെ വർണ്ണം എങ്ങനെ നിശ്ചയിക്കാം? അപ്പോൾ ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാൻ പറ്റും? വർണ്ണം നിശ്ചയിക്കാൻ കഴിയില്ല. ഭക്തൻ്റെ മറുപടി, ഗാന്ധിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥിതികന്മാർക്ക് കുറേ ശക്തി കൂടിയിട്ടുണ്ട്. ആ ശക്തിക്ക് ഇന്നും കുറവൊന്നുമില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞു പോയൊരു കാലത്തെപ്പറ്റി അല്ല ഞാൻ പറയുന്നത്. വർത്തമാന കാലത്തിലും ഗാന്ധിയുടെ ഈ നിലപാട് മൂലം യാഥാസ്ഥിതികന്മാർക്ക് ശക്തിയൊന്നും കുറഞ്ഞിട്ടില്ല. ആനുഷംഗികമായൊരു പരാമർശം കൂടി നടത്താൻ എന്നെ അനുവദിക്കണം.
ഈ ഗാന്ധി അംബേദ്കർ വാദികളുണ്ടല്ലോ, ഗാന്ധി അംബേദ്കറും കൂടെ ചേർന്ന് നമ്മൾ സമകാലിക ഹിന്ദുത്വത്തെ നേരിടാൻ ഗാന്ധിയെ അംബേദ്കറേയും കൂടെ ചേർത്ത് വെക്കുക. പക്ഷേ ഇത്തരം ബുദ്ധിജീവികളുടെ പ്രഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം. 360 ഡിഗ്രി അത് ഗാന്ധിയിലേക്ക് ചാഞ്ഞിരിക്കും. ആ പ്രഭാഷണത്തിൻ്റെ കണ്ടൻറ്റിൽ ഏറെ ഭാഗവും, ആ എഴുത്തിൻ്റെ ഏറെ ഭാഗവും ഗാന്ധിയിലേക്ക് ചാഞ്ഞിരിക്കുകയും അംബേദ്കറെ പറ്റി കേവലമായ പരാമർശങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യും. 35 ആയപ്പോൾ ഒരു ഗാന്ധി, 36 മറ്റൊരു ഗാന്ധി, 42 മറ്റൊരു ഗാന്ധി. ഗാന്ധി നിത്യപരിണാമിയായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഗാന്ധിയുടെ എഴുത്തിൽ ഒരിക്കലും അദ്ദേഹം വർണ്ണാശ്രമത്തെ നിരാകരിച്ചില്ല. ഗുരു വർണ്ണാശ്രമത്തെ നിശ്ചിതമായി കാരുണ്യപൂർവ്വം നിരസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഭക്തൻ ഗാന്ധിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥികന്മാർക്ക് കുറേ ശക്തി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത്, എന്താണ് ഗാന്ധി ഇങ്ങനെ പറയുന്നത്? നല്ല പോലെ ആലോചിച്ചിട്ടില്ലായിരിക്കാം. നമ്മുടെ അഭിപ്രായത്തിൽ ജാതി ഇല്ല. ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ദോഷമല്ലാതെ എന്ത് ഗുണമാണുള്ളത്? മഹാകഷ്ടം, ഇനിയും ഈ വിശ്വാസം നീങ്ങിയിട്ടില്ലല്ലോ. ചില്ലിട്ട് വെക്കേണ്ട വാചകമാണ്. മഹാകഷ്ടം, ഇനിയും ഈ വിശ്വാസം നീങ്ങിയിട്ടില്ലല്ലോ. ഈ വാചകത്തിൻ്റെ പ്രസക്തി എന്താണ്? ഗുരുവായൂരിൽ സാമ്പാറിൽ കായം കലക്കാൻ ബ്രാഹ്മണൻ വേണമെന്നും ശബരിമലയിൽ പൂജിക്കാൻ ബ്രാഹ്മണൻ തന്നെ വേണമെന്നും ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവിൻ്റെ വാക്കുകൾക്ക് പ്രസക്തി ഏറുന്നു. മഹാകഷ്ടം, ഇനിയും ഈ വിശ്വാസം നീങ്ങിയിട്ടില്ലല്ലോ എന്ന് ഭക്തൻ പറയുകയാണ്. ജാതി കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. പരമ്പരയായി തൊഴിലാചരിച്ചാൽ അത് തൊഴിലിൽ വിദഗ്ധന്മാരെ ഉണ്ടാക്കുമത്രേ. ജാതിപ്രകാരം തൊഴിൽ ഏർപ്പെടുത്തിയാൽ ജീവിത മത്സരം കുറയുമെന്നും ഒരു പ്രമാണി ഈയിടെ പറയുകയുണ്ടായി. രാജ്യങ്ങളെ തന്നെ ജാതികളായി തിരിച്ച് ഓരോ രാജ്യത്ത് ഓരോ പ്രത്യേക തൊഴിലിന് പ്രാധാന്യം നൽകിയാൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം തീരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ കുലത്തൊഴിലായി തന്നെ നിലനിൽക്കണമെന്ന വാദം. ഗുരു അതിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. ജാതി കൊണ്ടൊരു ഗുണവുമില്ല. അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടുക്കുന്നു, ബുദ്ധി നശിപ്പിക്കുന്നു. സ്വാതന്ത്ര്യവും ബുദ്ധിയുമില്ലാതെ തൊഴിൽ എങ്ങനെ നന്നാവും? നമ്മുടെ ആശാരി, കരുവാൻ മുതലായവർക്ക് ഒരു വസ്തുവും അറിയാതെയായല്ലോ. ബുദ്ധിയും കൂടി കെട്ടുപോയി. ജാതി കൊണ്ട് തൊഴിൽ ചീത്തയാവും. ഒരേ സംഗതി തന്നെ നോക്കി ലോകത്തിലുള്ള മറ്റ് യാതൊന്നും അറിയാത്തവർക്ക് ഒരു ജോലിയും നന്നായി ചെയ്യുവാൻ സാധിക്കുകയില്ല. വാസന പോലെ ഓരോരുത്തർക്കും തൊഴിൽ ഏർപ്പെടുവാനും സൗകര്യമില്ലല്ലോ. ജനിച്ചതുകൊണ്ട് ഒരു തൊഴിൽ ചെയ്യുക എന്നാവും. പ്രാപ്തിയും വാസനയും ഇല്ലെങ്കിലും അത് ചെയ്യണം. അപ്പോൾ തൊഴിൽ നന്നാവാൻ ഒരു വഴിയുമില്ല. വളരെ നീതിയുക്തമായ ഒരു ചിന്തയാണ് ഇവിടെ ഗുരു പങ്കുവെക്കുന്നത്. ജാതിബദ്ധമായ തൊഴിൽ കൊണ്ട് എന്ത് സംഭവിക്കും? തൊഴിൽ തന്നെ നശിച്ചു പോകും, തൊഴിൽ നന്നാവില്ല എന്നാണ് ഗുരുവിൻ്റെ സുചിന്തിതമായ വീക്ഷണം. അപ്പം ഭക്തൻ, മകൻ അച്ഛൻ്റെ തൊഴിലിൽ സാധാരണ വാസന കാണുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ ഗൗളിശാസ്ത്രം മുതലായ ശാസ്ത്രജ്ഞന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വാമികളുടെ മറുപടി, എന്നാൽ പിന്നെ ജാതി ആവശ്യമില്ലല്ലോ. ജാതി ഇല്ലെങ്കിലും വാസന കൊണ്ട് മകൻ അച്ഛൻ്റെ തൊഴിൽ ലഭിക്കും. ഗുരുവിൻ്റെ ഒരു രീതി ശ്രദ്ധിച്ചാൽ അറിയാം. അവർ പറയുന്ന യുക്തി തന്നെ കൊണ്ട് ഗുരു അതിനെ ചോദ്യം ചെയ്യുന്നുള്ളൂ. വേറൊരു യുക്തിയൊന്നും ഉപയോഗിക്കുന്നില്ല. അവരേത് യുക്തിയിലാണോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതേ യുക്തിയിലാണ് ഗുരു ചോദ്യം ചോദിക്കുന്നത്. ജാതി ഇല്ലെങ്കിലും വാസന കൊണ്ട് മകന് അച്ഛൻ്റെ തൊഴിൽ ശീലിക്കും. നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാമല്ലോ. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മെ താങ്ങുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും ബുദ്ധിയും കുറയ്ക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇഷ്ടം പോലെയുള്ള ജോലി എടുക്കുവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ടോ? നമ്മുടെ കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ഇഷ്ടം പോലെ ജോലി ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. പ്രാതിനിധ്യ ജനാധിപത്യം നമുക്കിപ്പോഴും അനുഭവവേദ്യമായിട്ടില്ല. കാരണം എന്താണ്? ചാതുവർണ്ണ്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പിടിമുറുക്കിയിട്ടിരിക്കുന്നു. അതിനൊട്ടും അയവില്ല എന്നർത്ഥം. ഒന്നു മാത്രമേ പഠിക്കാവൂ എന്ന് വെക്കരുത്. എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യുവാൻ വിരോധമുണ്ടായിരിക്കരുത്. ഗുരുവിൻ്റെ വാക്കുകളാണ്. ഒന്നു മാത്രമേ പഠിക്കാവൂ എന്ന് വെക്കരുത്. എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യുവാൻ വിരോധമുണ്ടായിരിക്കരുത്. ഭക്തൻ,
അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ മത്സരം വർദ്ധിക്കുമത്രേ. അതുകൊണ്ട് ലോകത്തിന് സുഖത്തിലധികം ദുഃഖമുണ്ടാകുമെന്ന് അവർ പറയുന്നു. സ്വാമികളുടെ മറുപടി: ഇത് ജാതി ഉണ്ടാക്കിയവരുടെ വാദമായിരിക്കാം അല്ലേ? ഇങ്ങനെ പറയുന്ന ആരാണ്? ഇത് ജാതി ഉണ്ടാക്കിയവരുടെ വാദമായിരിക്കാം അല്ലേ? കഴിഞ്ഞ ദിവസം കേരളത്തിലെ പുരോഗമന സ്വാമി എന്നറിയപ്പെടുന്ന സ്വാമി സന്ദീപാനന്ദഗിരി ചാതുർവർണ്ണ്യത്തെ ന്യായീകരിച്ചുകൊണ്ട് 3/4 മണിക്കൂർ നീളമുള്ള ഒരു പ്രഭാഷണം നടത്തിയതിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ചാതുർവർണ്ണ്യം വളരെ നല്ലതാണെന്നും ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് എന്നും A നെഗറ്റീവ് എന്നും B പോസിറ്റീവ് എന്നും തരംതിരിച്ചതുപോലെയാണ് മനുഷ്യരെ 4ആയി തരംതിരിച്ചത് എന്ന് ഈ സ്വാമികൾ പറയുന്നത് പലരും നെയ്പായസം പോലെ കുടിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ 2025 പുരോഗമനത്തിൻ്റെ വേഷം അണിഞ്ഞുകൊണ്ട് ചാതുർവർണ്ണ്യത്തെ ന്യായീകരിക്കുന്ന ലോകവീക്ഷണം പങ്കുപറ്റുന്നവർ നമ്മുടെ കാലത്തിരിക്കുന്നു എന്നുള്ളത് നാം അഭിസംബോധന ചെയ്യേണ്ട ഒരു പ്രധാന പ്രശ്നമാണ്. അവിടാണ് ഗുരുവിൻ്റെ പ്രസക്തിയും. ഗുരു പറഞ്ഞു, ജാതി കൊണ്ടുള്ള സകല ഗുണവും കിട്ടുന്നവർ അങ്ങനെ പറയും. ചാതുർവർണ്ണ്യത്തെ ന്യായീകരിക്കുന്നവർ എന്തുകൊണ്ടാണ് അവരിപ്പോഴും ന്യായീകരിക്കുന്നത്? ജാതി കൊണ്ടുള്ള സകല ഗുണവും കിട്ടുന്നവർ അങ്ങനെ പറയും. അവരങ്ങനെ പറഞ്ഞില്ലല്ലോ ഉള്ള അത്ഭുതം. മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് അവരുടെ ഗുണത്തിനാവശ്യമായിരിക്കാം. മനുഷ്യൻ ജീവിക്കുന്നത് ജാതിക്കും ലോകത്തിനും സുഖത്തിനും മറ്റു വേണ്ടിയാണോ, അതോ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയോ? മനുഷ്യൻ കെട്ടുപോയാൽ ലോകത്തിൽ സുഖമുണ്ടായിട്ട് എന്തു പ്രയോജനം? ജാതി മനുഷ്യനെ കെടുത്തുന്നു. അതുകൊണ്ട് അതാവശ്യമില്ല. ജാതിയില്ല, ഉണ്ടെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. സന്ദീപാനന്ദഗിരി പ്രഭൃതികളോട് ഗുരു പറഞ്ഞ മറുപടി, അത്തരക്കാർ 2025 ഇവരിങ്ങനെ പറയുമെന്ന് കരുതിക്കൂട്ടി തന്നെ ഗുരുസ്വാമികൾ നേരത്തെ തന്നെ പറഞ്ഞു അവരോട്. ചാതുർവർണ്ണ്യ ഉൽപ്പത്തിയുടെ ഐതിഹ്യത്തെപ്പറ്റി സ്വാമികൾ SP പണിക്കരുമായിട്ടൊരു സംഭാഷണം നടത്തുന്നുണ്ട്. SP പണിക്കരോട് പറയുന്നുണ്ട്, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, ബാഹുവിൽ നിന്ന് ക്ഷത്രിയനും, ഊരുവിൽ നിന്ന് വൈശ്യനും, പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? മരം പൊട്ടി ഉണ്ടാകും പോലെയോ എന്ന് ഗുരുസ്വാമികൾ SP പണിക്കരുമായുള്ള സംഭാഷണത്തിൽ ചാതുർവർണ്ണ്യത്തിൻ്റെ ഉൽപ്പത്തി സിദ്ധാന്തത്തെ വളരെ നിശിതമായി വിമർശിക്കുന്നു എന്നുള്ളതാണ്. ഗുരു ഒരിക്കൽ തൃശ്ശൂർ പേരൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള തീവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വാമി ട്രെയിനിൽ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടുകൊണ്ട് മറ്റൊരു ബോഗിയിലിരുന്ന രാജാവും നമ്പൂതിരിയും ഗുരുവിനെ കാണാൻ വന്നു. ഗുരുവിനോട് പേര് ചോദിച്ചു. എന്താണ് പേര്? ഗുരു പറഞ്ഞു, നാരായണൻ. രാജാവ് ചോദിച്ചു, ജാതിയിൽ ആരാണ്? ഗുരുസ്വാമികൾ പറഞ്ഞു, കണ്ടാൽ അറിഞ്ഞുകൂടെ? അറിഞ്ഞുകൂടാ. ചിരിച്ചുകൊണ്ട് മന്ദസ്മിതത്തോടെ ഗുരു പറഞ്ഞു, കണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ കേട്ടാൽ അറിയുന്നത് എങ്ങനെ? കണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ കേട്ടാൽ അറിയുന്നത് എങ്ങനെ? അവിടാണ് ഗുരു പറഞ്ഞു, പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുമായതു കേൾക്കണം, ആരു നീയെന്ന് കേൾക്കണ്ട, നേരു മെയ് തന്നെ ചൊൽകയാൽ. പേരൂരു തൊഴിൽ ഈ മൂന്നും പോരും. ഒരാളുടെ പേരേതാന്ന് അറിഞ്ഞാൽ മതി, തൊഴിൽ അറിഞ്ഞാൽ മതി, ഊരേതാന്ന് അറിഞ്ഞാൽ മതി, പോരും, അത് മതിയാകും. ആരു നീയെന്ന് കേൾക്കണ്ട, നീ ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നേരു മെയ് തന്നെ ചൊൽകയാൽ. നീ ആരാണെന്ന് നിൻ്റെ ശരീരം തന്നെ പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ എന്തിനാണ് കൂടുതൽ അതിൽ അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഗുരുവിൻ്റെ വാക്കുകൾ കേരളം കേട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് നമ്മുടെ വിവാഹ പരസ്യക്കോളങ്ങൾ. 1928 വളരെ ആഴത്തിൽ ഇക്കാര്യം മനസ്സിലാക്കി ഗുരു പറഞ്ഞു, ജാതിയില്ലാത്ത ഒരു സഭ സ്ഥാപിക്കണം. ജാതിയില്ലാത്ത ഒരു സഭ സ്ഥാപിക്കണം. തലശ്ശേരി, കോഴിക്കോട്, ചെറായി മുതലായ തീയക്ഷേത്രങ്ങളിൽ പുലയരെ പ്രവേശിപ്പിക്കുന്നതിന് ക്ഷേത്രഭാരവാഹികൾ വൈമുഖ്യം കാട്ടിയ അവസരത്തിൽ ഗുരു ഇടപെട്ടു. ഗുരു പറഞ്ഞു, നാം പ്രതിഷ്ഠിക്കുന്ന ദേവൻ തീണ്ടലുള്ള ദേവനല്ല. പറഞ്ഞത് തീയരോടാണ്. നാം പ്രതിഷ്ഠിക്കുന്ന ദേവൻ തീണ്ടലുള്ള ദേവനല്ല. അവിടെ ആരാധിക്കാൻ വരുന്നവരെ അകറ്റി നിർത്തരുത്. ജാതിയെ നിലനിർത്താനുള്ള സ്ഥാപനങ്ങളല്ല, തകർക്കാനുള്ള സ്ഥാപനങ്ങളാണ് തീയർക്ക് വേണ്ടത് എന്ന് ഗുരു ഉപദേശിച്ചു. ഞാൻ പ്രതിഷ്ഠിച്ച ദേവൻ തീണ്ടലുള്ള ദേവനല്ല.
തീണ്ടലില്ലാത്ത മനുഷ്യരെ കൈപിടിച്ച് നിർത്തുന്ന ദേവനാണ് എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചു. ദൈവദശകത്തിൽ ഗുരു പറഞ്ഞു, ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. കയ്യിൽ തൊടുന്ന ദൈവസങ്കല്പത്തെ ആദ്യമായി ഗുരു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുവരെ ദൈവസങ്കല്പം തൊടാൻ മടിക്കുന്ന ദൈവസങ്കല്പത്തിൽ നിന്ന് മനുഷ്യരെ തൊടുന്ന ദൈവസങ്കല്പത്തിലേക്ക് ദൈവഭാവനകളെ ഗുരുദേവൻ വിമോചിപ്പിച്ചു. അതുവരെയുള്ള ദൈവസങ്കല്പങ്ങൾ മനുഷ്യരെ തൊടാത്ത ദൈവങ്ങളായിരുന്നുവെങ്കിൽ ഗുരു ദൈവം മനുഷ്യരെ തൊടുന്നതായി സങ്കല്പിച്ചു. അവിടാണ് ഗുരുവിൻ്റെ വാക്യങ്ങളുടെ പ്രസക്തി. നാം പ്രതിഷ്ഠിക്കുന്ന ദേവൻ തീണ്ടലുള്ള ദേവനല്ല, മനുഷ്യരെ തൊടുന്ന ദൈവമാണ്. കൈവിടാതിന്ന് ഞങ്ങളെ, കയ്യിൽ അങ്ങനെ തൊട്ട് പിടിക്കുകയാണ്. നമ്മളെ സ്പർശിക്കുന്ന അനുഭൂതിയായി ദൈവസങ്കല്പത്തെ ഗുരു പരാവർത്തനം ചെയ്തു. ഒരിക്കൽ ശിവഗിരിയിൽ അന്തേവാസികളായിരുന്ന ചില കുട്ടികളെ സന്ദർശിക്കുന്നതിന് വേണ്ടി ശിവഗിരിയിലെത്തിയ ദിവാൻ വാട്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എ കെ ദാസ് പറഞ്ഞു, ഇവർ പറയക്കുട്ടികളായിരുന്നു, ഇവരെ ആശ്രമത്തിലെടുത്ത് മനുഷ്യരാക്കിയിരിക്കുകയാണ്. ഇവർ പറയക്കുട്ടികളായിരുന്നു, ഇവരെ ആശ്രമത്തിലെടുത്ത് മനുഷ്യരാക്കിയിരിക്കുകയാണ്. ഇത് കേട്ട ഗുരു ഉടൻ തന്നെ അതിനെ തിരുത്തി. അവർ ആദ്യമേ മനുഷ്യർ തന്നെ, പക്ഷെ ആ സംഗതി മറ്റുള്ളവർ വകവെച്ചു കൊടുക്കാതിരിക്കുന്നതാണ്. അവർ ആദ്യമേ മനുഷ്യർ തന്നെ, പക്ഷെ ആ സംഗതി മറ്റുള്ളവർ വകവെച്ചു കൊടുക്കാതിരിക്കുന്നതാണ്. ഇന്ത്യൻ IITകളിലെ 6049 അധ്യാപക തസ്തികകളിൽ 96% സവർണരായിരിക്കുന്നതിന് കാരണം മറ്റുള്ളവരെ മനുഷ്യരായി പരിഗണിക്കാത്തതാണ്. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 96% തസ്തികകളിലും അധ്യാപകരായി സേവനമനുഷ്ഠിക്കുന്നത് സവർണരാണ്. അവിടാണ് ഗുരു പറഞ്ഞ സംഗതി, അവരെ മനുഷ്യരായി അംഗീകരിക്കാത്തതാണ് പ്രശ്നം എന്ന്. ഗുരു പന്തിഭോജനത്തെ തുടർന്ന് സഹോദരൻ അയ്യപ്പനൊരു സന്ദേശം എഴുതി കൊടുത്തു. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. മനുഷ്യരുടെ മതം ഏതും ആയിക്കോട്ടെ, മനുഷ്യരേത് വേഷവും ധരിക്കട്ടെ, അവരുടെ ഭാഷ എന്തുമായിക്കോട്ടെ, അവരെങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട്, അവർ മനുഷ്യജാതി ഒന്നായതുകൊണ്ട് അവരന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് ഗുരുസ്വാമികൾ കൽപ്പിച്ചു. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകനായ ശങ്കരാചാര്യരെ വിമർശിച്ചുകൊണ്ട് ഒരിക്കൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു, കേട്ടുകൊണ്ടിരുന്നത് കോട്ടുകോയിക്കൽ വേലായുധനാണ്. കോട്ടുകോയിക്കൽ വേലായുധൻ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: സംഭാഷണ സമയത്ത് ഞാൻ സമീപത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്നാണ് കോട്ടുകോയിക്കൽ പറയുന്നത്. ഗുരു പറഞ്ഞ വാക്യങ്ങൾ ഇതാണ്: ജാതി സ്ഥാപിക്കാൻ ശങ്കരാചാര്യർ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യർ വലിയ ആളായിരുന്നിരിക്കാം, ജാതിയുടെ കാര്യത്തിൽ ചെറിയ ആളായിരുന്നു എന്നുള്ളത്. ഇവിടെ മോഹൻ ഗോപാൽ സാർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഗുരുവിനെ അദ്വൈതവാദിയാക്കി സ്ഥാപിക്കാൻ ഗുരു തീർച്ചയായിട്ടും അതിൻ്റെ വേദാന്ത സൂത്രമുണ്ട്. പക്ഷേ അത് ഭേദബുദ്ധി ഇല്ലാത്ത മനുഷ്യരെ ഒന്നായി കാണുന്ന ഭേദബുദ്ധി വെടിഞ്ഞ ഒരു സങ്കല്പമായിരുന്നു എന്നുള്ളതാണ്. അതിന് നമ്മൾ മറ്റൊരു പേര് കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ്. ഒരിക്കൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലൊരു സംഭവം ഉണ്ടായി. അവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച അതേ സംഭവമാണ്. അവിടെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പുലേര് താലപ്പൊലിയുമായിട്ട് വരുമ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാത്ത അവസ്ഥയുണ്ടായി. ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിരുന്ന് കണ്ണീരൊഴുക്കി എന്നുള്ളതാണ് ചരിത്രം. ഗുരു ചോദിച്ചു, ശ്രേണീകൃത അസമത്വം എന്ന ആശയത്തെ ഗുരു ആഴത്തിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലം വ്യക്തമാക്കുന്നത്. ഗുരു പറഞ്ഞു, ഉയർന്ന ജാതിക്കാർ ഹോ എന്ന് വിളിച്ച് നിങ്ങളെ ആട്ടിയകറ്റുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖവും വെറുപ്പും ഓർത്താൽ നിങ്ങൾ അധകൃതരെന്ന് പറഞ്ഞ് അവരെ ആട്ടിയകറ്റുകയില്ല. ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, മുകളിൽ നിന്ന് താഴേക്ക് ചവിട്ടുകയും താഴെയുള്ള ആൾ അടുത്ത ആളെ ചവിട്ടുകയും ചെയ്യുന്ന, ഒരാൾ മറ്റൊരാളെ ചവിട്ടി വരുന്ന വ്യവസ്ഥയുടെ പേരാണ് ശ്രേണീകൃത അസമത്വം എന്ന്. നാരായണ ഗുരുസ്വാമികൾ ഇത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഉയർന്ന ജാതിക്കാർ ഹോ എന്ന് വിളിച്ച് നിങ്ങളെ ആട്ടിയകറ്റുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖവും വെറുപ്പും ഓർത്താൽ നിങ്ങൾ അധകൃതരെന്ന് പറഞ്ഞ് അവരെ ആട്ടിയകറ്റുകയില്ല.
അവരെ അടുത്തു വരാൻ സമ്മതിച്ചാൽ മാത്രമേ നിങ്ങൾക്കുയർന്നവരെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. നാരായണ ഗുരുസ്വാമികളുടെ ആശയം വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, നിങ്ങൾ ഉയർന്നവരാകാനല്ല ശ്രമിക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ പുലേരാകാനാണ് ശ്രമിക്കേണ്ടത് എന്ന് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ നാരായണ ഗുരുസ്വാമികളുടെ ഈ ദർശനത്തെ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് അദ്ദേഹം സഹോദരൻ അയ്യപ്പൻ അത്തരം ഒരു പ്രസ്താവന നടത്തി. അതുകൊണ്ട് പിൽക്കാലത്ത് അയ്യപ്പനെ പുലയൻ അയ്യപ്പൻ എന്നുകൂടി അഭിസംബോധന ചെയ്തു. അദ്ദേഹം അത് വലിയ അഭിമാനത്തോടു കൂടിയാണ് ആ പേര് കൊണ്ട് നടന്നത് എന്നുള്ളതും ചരിത്രം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അരുവിപ്പുറത്ത് അദ്ദേഹം എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം. സോദരത്വേന എല്ലാവരും മനുഷ്യരായി വാഴുന്നൊരു മാതൃകാ സ്ഥാനം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അവിടെ ജാതിഭേദങ്ങൾ പാടില്ല. ജാതിഭേദമുണ്ടെങ്കിൽ അവിടെ സാഹോദര്യം ഉണ്ടാവില്ല എന്ന് ഗുരു തിരിച്ചറിഞ്ഞു. ഗുരു ജാതി നിർണയത്തിൽ എഴുതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ലതിൽ. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്ന വിപ്രനും, പറയന്താനും എന്തുള്ളത് അന്തരം നരജാതിയിൽ എന്ന് ഗുരു ജാതി നിർണയത്തിൽ എഴുതി. അപ്പം മനുഷ്യരുടെ ജാതി ഒന്നാണ് എന്ന് ഗുരു പറയുന്നതിലൂടെ മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ്. മനുഷ്യരെന്ന് പറയുന്നത് ആ മനുഷ്യർ എന്ന് പറയുന്ന ആ സംവർഗം തന്നെയാണ് ജാതി എന്ന് പറഞ്ഞു. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. മനുഷ്യനെന്ന് പറയുന്ന ജാതിയിൽ നിന്നാണ് എല്ലാവരും പറക്കുന്നത്. അങ്ങനെ ഓർത്താൽ നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളത് മനുഷ്യജാതിയാണ്. ഈ നരജാതിയിൽ നിന്നാണ് വിപ്രനും പറയനും എല്ലാം പിറക്കുന്നത്. അവർ തമ്മിൽ എന്താണ് അന്തരം എന്നുകൂടി ഗുരു പറഞ്ഞു വെച്ചു. ഗുരുവിൻ്റെ വളരെ പ്രസക്തമായ വാക്യങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യാണാം മനുഷ്യത്വം ജാതൃഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. അസ്യ തത്വം കോപിന വേത്തി. ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ. ഏത് തത്വം? മനുഷ്യാണ മനുഷ്യത്വം ജാതിഹി. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതിഹി എന്നും, യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം അതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്നുള്ള തത്വം ആരറിയുന്നില്ല? ബ്രാഹ്മണാദിഹീനവേത്തി. ബ്രാഹ്മണാദികൾ ഈ തത്വം അറിയുന്നില്ല എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചു. ഇന്ന് ഇപ്പോൾ കർമാർജിത ബ്രാഹ്മണനെന്നും കർമ്മബ്രാഹ്മണൻ, നല്ലൊരു മനുഷ്യനാകാനാണ് ഗുരു കൽപ്പിച്ചത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യൻ്റെ നന്നാകലാണ് ഗുരുവിൻ്റെ ഊന്നൽ. പക്ഷേ കർമ്മബ്രാഹ്മണ്യം എന്ന ആശയം വെച്ചുകൊണ്ട് മനുഷ്യൻ ആർജിക്കേണ്ട ഏറ്റവും ഉന്നതമായ പദവി ബ്രാഹ്മണ്യമാണെന്ന് പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഗുരു ആ ആശയത്തെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്നു. ഗുരു പറഞ്ഞു, വസിഷ്ഠൻ ബ്രാഹ്മണനും വിശ്വാമിത്രൻ ക്ഷത്രിയനുമാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ ഭേദമേയുള്ളൂ. അത്ര അടുത്ത് നിൽക്കുന്ന ക്ഷത്രിയൻ ബ്രാഹ്മണനാവാൻ ശ്രമിച്ചിട്ടുണ്ടായ പാടിത്. അതായത് വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള കലഹത്തെ പറ്റിയാണ്. പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ ഈ കലഹത്തെപ്പറ്റി സുദീർഘമായി കഥ പറയുന്നുണ്ട്. അവസാനം വിശ്വാമിത്രൻ വലിയ തപസ് ചെയ്തിട്ട് പോലും വസിഷ്ഠനെ പോലെ ബ്രാഹ്മണനാകാൻ കഴിഞ്ഞില്ല. അതാണ് ഗുരു ഇവിടെ പരാമർശിക്കുന്നത്. ഗുരു പറഞ്ഞു, ആ സ്ഥിതിക്ക് വിശ്വാമിത്രൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ ആ സ്ഥിതിക്ക് എത്രയോ ദണ്ഡ് അകലെ കിടക്കുന്ന മറ്റു ജാതിക്കാർ ബ്രാഹ്മണ്യത്തിന് ശ്രമിച്ചാലുള്ള കഥ എന്തായിരിക്കും? അതുകൊണ്ട് ബ്രാഹ്മണ്യത്തിന് ശ്രമിക്കലല്ല വേണ്ടത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യനായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോഹൻ ഗോപാൽ സാർ ഇവിടെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. പള്ളാത്തുരുത്തിയിൽ കൂടി SNDP യോഗത്തിൻ്റെ 24ാം വാർഷിക സമ്മേളനത്തിന് ഗുരു എഴുതിയ ആശംസാവാക്യം TK മാധവൻ്റെ നേതൃത്വത്തിലാണ് ആ സമ്മേളനം നടക്കുന്നത്. ഗുരു അതിൽ പറഞ്ഞു, നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. ഇവിടെയാണ് ഗുരു പറഞ്ഞ വാക്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പ്രസക്തമായി തീരുന്നത്. എല്ലാ മനുഷ്യരെയും ഒന്നായി തീർക്കണമെങ്കിൽ എന്തു വേണം? ജാതിഭേദം ഒഴിയണം. ജാതിഭേദം ഒഴിയണമെങ്കിൽ എന്ത് വേണം? തൻ്റെ പ്രിയം അപരപ്രിയമാണെന്ന് തിരിച്ചറിയണം. തൻ്റെ പ്രിയം അപരപ്രിയമാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്
നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ശബരിമലയിൽ ഇപ്പോഴും ഒരു അബ്രാഹ്മണൻ മേൽശാന്തിയാവാത്തത്. അപരപ്രിയമില്ല, ബ്രാഹ്മണപ്രിയം മാത്രമേ ഉള്ളൂ. അപരപ്രിയമില്ല, ഉള്ളി ബ്രാഹ്മണപ്രിയം. അതാ ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഗുരുവായൂർ സാമ്പാർ കലക്കാനും ബ്രാഹ്മണൻ തന്നെ വേണം. അപരപ്രിയമല്ല ഉള്ളത്, ബ്രാഹ്മണപ്രിയം. ലളിതാ സഹസ്രാമത്തിൽ പറയും, വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. ദേവിയെ സ്തുതിക്കുന്നത് അങ്ങനെയാണ്, ബ്രാഹ്മണനോട് പ്രിയമുള്ളവളെ, ബ്രാഹ്മണനെ ഇഷ്ടമുള്ളവളെ എന്ന്. പക്ഷേ ഇവിടെ ഗുരു എന്താണ്? പ്രിയമൊരു ജാതി ഇതൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയമെന്നനേകമായി പ്രിയവിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. തൻ്റെ പ്രിയം അപരൻ്റെ പ്രിയമാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം ജാതിഭേദം സമ്പൂർണമായി അകന്നു പോകും. തൻ്റെ പ്രിയം അപരപ്രിയമാണെന്ന് തിരിച്ചറിയുമ്പോൾ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും നിയമനം കിട്ടുന്ന ഒരു സാഹചര്യം സംജാതമാകും. ജാതിഭേദങ്ങൾ ഒഴിയും. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നയമതിനാലെ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. അപ്പം ഈ ജാതിഭേദത്തിനെതിരായി അമല് കൂടുതൽ വിശദീകരിക്കും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതിനോട് ചേർത്ത് വെക്കുകയാണ്. നയമതിനാലെ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. അതുകൊണ്ട് മനുഷ്യന് നന്മ നൽകുന്ന ക്രിയ എന്താണ്? അത് അപരപ്രിയ ഹേതുവായിരിക്കണം. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കണം. അപരനെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ അത് മാറിത്തീരുമ്പോഴാണ് നരന് നന്മ നൽകുന്ന ഒന്നായി അത് മാറിത്തീരുകയുള്ളൂ. ഗുരു പറഞ്ഞു, ആത്മോപദേശത്തിൽ ഗുരു എഴുതി, അയലുതഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം. അയലത്തുകാർ നന്നാകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം, അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. പക്ഷേ ഇന്ത്യൻ ജാതി വ്യവസ്ഥ അയലത്തുകാർ നന്നാകാൻ അനുവദിക്കുന്നില്ല. അയലത്തുകാർ അടുപ്പിൽ പുക ഉയരുന്നുണ്ടെങ്കിൽ അതിൽ അസൂയയിൽ പുകയാനാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥ കൽപ്പിച്ചിരിക്കുന്നത്. ഗുരു പറഞ്ഞു, അതുപോരാ, അയലത്തുകാർ നന്നാകാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കാത്തവരെ ഗുരു കൃപണർ എന്ന് വിളിച്ചു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രമാകും. അങ്ങനെ സ്വാർത്ഥത മുറ്റി മറ്റുള്ളവരെ പരിഗണിക്കാത്ത, അപരരെ ഉൾക്കൊള്ളാത്തവരെ ഗുരു കൃപണർ എന്ന് വിളിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ഗുരു സ്വാമികൾ മുന്നോട്ട് വെച്ച അപരപ്രിയത്തിൻ്റെ തടസ്സം എന്താണ്? ജാതിയും ജാതിശ്രേണീകരണവുമാണ് ഇന്ത്യയിൽ ഗുരു മുന്നോട്ട് വെച്ച അപരപ്രിയത്തിന് തടസ്സമായി നിൽക്കുന്നത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ഇന്ത്യൻ ബ്രാഹ്മണ്യം മുന്നോട്ട് വെക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കും ജാതി ശ്രേണീകരണത്തിനുമുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ അവതരിപ്പിച്ച അപരപ്രിയം എന്ന് പറയുന്ന ആശയമാണ്. അപരപ്രിയത്തിലാണ് സാഹോദര്യ ജനാധിപത്യം കുടികൊള്ളുന്നത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യമെന്ന്. ഗുരുസ്വാമികളെ ഇവിടെ ചേർത്ത് വെച്ച് വായിച്ചാൽ അപരപ്രിയത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. അപരപ്രിയമില്ലെങ്കിൽ ജനാധിപത്യമില്ല. അപരപ്രിയത്തിലാണ് ജനാധിപത്യത്തിൻ്റെ സാരം കുടികൊള്ളുന്നത്. അപരപ്രിയത്തിൽ മാത്രമേ ജനാധിപത്യം സാരവത്തായി പ്രയോഗിക്കപ്പെടുകയുള്ളൂ. അപരപ്രിയമുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരു പോയിന്റും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗുരു ജാതി ലക്ഷണത്തിൽ പറഞ്ഞു, പുണർന്നു വെറുമെല്ലാം ഒരിനമാം പുണരാത്തതിനമല്ലിനമാമിങ്ങൊരിണയാർന്നൊത്തു കാൺമതും. പുണർന്നു വെറും എല്ലാം ഒരിനമാം, ആശ്ലേഷിച്ച് ഇണ ചേർന്ന് പ്രസവിക്കുന്നത് എല്ലാം ഒരു വർഗത്തിൽപ്പെട്ടതാണ്. പുണരാത്തത് ഇനമല്ല, ഇണ ചേരാത്തത് ഒരു ജാതിയിൽപ്പെട്ടതല്ല. ഇണയാർന്നൊത്തു കാണുന്നതും ഇനമാം, ആണും പെണ്ണും എന്ന വിധം ഇണയായി ഒരുമിച്ച് കാണുന്നതും ഒരേ ഇനത്തിൽ പെട്ടതാണ് എന്ന് ഗുരു ജാതി ലക്ഷണത്തിൽ എഴുതി. ഇത് പുരുഷ സൂക്തത്തിൽ പറയുന്ന ജാതി സൃഷ്ടിക്ക് എതിരായ ഒരു സിദ്ധാന്തമാണ്. മനുഷ്യരെ നാലായി പുരുഷ സൂക്തം തരംതിരിക്കുമ്പോൾ, ഋഗ്വേദം തരംതിരിക്കുമ്പോൾ ഗുരു പറഞ്ഞു, പുണർന്നു പെറുമെല്ലാം ഒരു ഇനമാം. കാരണം മനുഷ്യരെ ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും നാലായിട്ട് പുരുഷ സൂക്തം തരംതിരിക്കുമ്പോൾ ഗുരു പറഞ്ഞു, പുണർന്നു പെറുമെല്ലാം ഒരിനമാം. അവർക്കിടയിൽ ചാതുർവർണ്ണ്യമില്ല, അവരെല്ലാം മനുഷ്യർ തന്നെ, മനുഷ്യജാതി തന്നെ എന്ന് ഗുരു കൽപ്പിച്ചു. ഇതേ ജാതി ലക്ഷണത്തിലാണ് ഗുരു പറഞ്ഞത്,
പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുമായതു കേൾക്കുക, ആരു നീയെന്ന് കേൾക്കണ്ട നേരുമെയ് തന്നെ ചൊൽകയാൽ. ആരാണ് നീ എന്നറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നേരുമെയ് തന്നെ ചൊല്ലുകയാണ്. ശരീരം തന്നെ പ്രഖ്യാപിക്കുന്നു ആരാണ്. പക്ഷേ ഇന്ത്യൻ ബ്രാഹ്മണ്യ വ്യവസ്ഥ അനുസരിച്ച് മനുഷ്യരെ തരംതിരിക്കുന്നു. മനുഷ്യരെ വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നു. ശരീരത്തിൽ മുടി കെട്ടുന്ന രീതി അനുസരിച്ച് മനുഷ്യരെ തരംതിരിക്കുന്നു. മനുഷ്യരെ പാർപ്പിടങ്ങൾ, വാസ്തുശാസ്ത്രം മയമതം മുതലായ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു വീട് പണിതാൽ ആ വീടിൻ്റെ നടുക്ക് ദ്വാരമുണ്ടെങ്കിൽ അത് ബ്രാഹ്മണൻ്റെ വീടാണെന്നും സൈഡിലാണ് ദ്വാരം ഇടുന്നതെങ്കിൽ അത് ശൂദ്രൻ്റെ വീടാണെന്നും തിരിച്ചറിയാവുന്ന രീതിയിൽ തന്നെ വാതിൽ പണിയണം എന്ന് മയമതത്തിൽ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ജാതി പരിപാലിക്കാനുള്ള വ്യവസ്ഥാക്രമമാണ് എന്ന് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരു പറഞ്ഞു, ആര് നീ എന്ന് കേൾക്കണ്ട നേര് മെയ് തന്നെ ചൊൽകയാൽ എന്ന്. ഞാൻ ഈ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഗുരു പറഞ്ഞു, അറിവാമാഴിയിൽ നിന്ന് വരുമെല്ലാം ഇനത്തിനും കരുവാണിനമാം നീരിൻ നിരതാൻ വേരുമായിടും. അറിവാമാഴിയിൽ നിന്ന് വരുമെല്ലാം ഇനത്തിനും കരുവാണിനമാം നീരിൻ നിരതാൻ വേരുമായിടും. അറിവാമാഴിയിൽ നിന്ന്, അറിവാകുന്ന സമുദ്രത്തിൽ നിന്ന് വരും എല്ലാ ഇനത്തിനും, ഉണ്ടാകുന്ന എല്ലാ വർഗത്തിനും. ഇനമാം നീരിൻ നിര കരുവാണ്. ഈ സൃഷ്ടിയുടെ എല്ലാം ഉൽപ്പത്തി സ്ഥിതി ലയ ഉൽപ്പത്തിയുടെ കാരണമായിരിക്കുന്നത് അറിവാണ് എന്ന് പറയുന്നു. വെള്ളത്തിൻ്റെ നിര ഇനമാം നീരിൻ നിര കരുവാണ് എന്ന് പറയുമ്പോൾ ഇനമാകുന്ന വെള്ളത്തിൻ്റെ നിര കരുവാണ്. താൻ വേരുമായിടും, താൻ വേരാകും. അതിൻ്റെ വേര് എന്ന് പറയുന്നത് അറിവാണ് എന്നാണ് ഗുരു പറയുന്നത്. കുറച്ചും കൂടെ വിശദമാക്കിയാൽ, ഇന്ത്യൻ ബ്രാഹ്മണ്യം മനുഷ്യരെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളായി 4 തരംതിരിക്കുമ്പോൾ ഗുരു എല്ലാവരെയും അറിവായി കാണുന്നു. മോഹൻ ഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ആ അറിവിൽ എന്തില്ല? ഉയർച്ച താഴ്ചകളില്ല. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ ശ്രേണീകരണമില്ല. ഗുരുസ്വാമികൾ പറഞ്ഞു, നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും. ജാതി വ്യവസ്ഥയുടെ ഉച്ചനീചത്വ ക്രമങ്ങളെ സമ്പൂർണമായി നിരാകരിച്ചുകൊണ്ട് ഗുരുസ്വാമികൾ പ്രപഞ്ചത്തെ മുഴുവൻ അറിവിലേക്ക് പരാവർത്തനം ചെയ്തു. അറിവാകുന്ന സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന എല്ലാ ഇനത്തിനും ഇനമാകുന്ന വെള്ളത്തിൻ്റെ നിര കരുവാണ്. അവനവൻ തന്നെയാണ് അതിൻ്റെ പേര് അറിവ്. അറിവാകുന്ന സമുദ്രത്തിലെ ജലമാണിനം. അതിനാധാരമായി വർത്തിക്കുന്നത് അവനവൻ തന്നെയാണെന്ന് പറയുമ്പോൾ എല്ലാവരും അറിവാണ് എന്നാണ് ഗുരു പറഞ്ഞു വെക്കുന്നത്. അറിവാം കരുവാൻ ചെയ്ത കരുവാണിനമോർക്കുകിൽ കരുവാർ നിനിയും മാറി വരുമീ വന്നതൊക്കെയും. അറിവാം കരുവാൻ ചെയ്ത കരുവാണിനമോർക്കുകിൽ കരുവാർ നിനിയും മാറി വരുമീ വന്നതൊക്കെയും. ആലോചിച്ച് നോക്കിയാൽ ഇനം അറിവാകുന്ന കൊല്ലൻ പണിതുണ്ടാക്കിയ കരുവാണ്. ഇപ്പോൾ സൃഷ്ടിയിലുള്ള ഇനങ്ങളൊക്കെ ഇനിയും പുതിയ കരുക്കളെടുത്ത് വീണ്ടും വന്നു ചേരുമെന്ന് ഗുരു പറയുമ്പോൾ എല്ലാത്തിനെയും അറിവാക്കി ഗുരു പരിവർത്തനപ്പെടുത്തുകയും മനുഷ്യരിൽ ചെറുതെന്നോ വലുതെന്നോ തരംതിരിക്കാതെ ജാതിഭേദങ്ങളെയും അതിൻ്റെ ശ്രേണീകൃതത്വങ്ങളെയും സമ്പൂർണമായി നിരാകരിച്ചുകൊണ്ട് ലോകത്തെ, പ്രപഞ്ചത്തെ, അസ്തിത്വങ്ങളെ ഗുരു അറിവിലേക്ക് പരാവർത്തനം ചെയ്തു. എല്ലാം അറിവാണെന്ന് പറഞ്ഞു വെച്ചു ഗുരു. ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയ്ക്കെതിരായി ഏറ്റവും മഹത്തായ ഒരു സിദ്ധാന്തമാണ് ഗുരു മുന്നോട്ട് വെച്ച ഈ അറിവ് എന്ന് പറയുന്ന സങ്കല്പം. ഈ അറിവ് സ്വാംശീകരിക്കുമ്പോഴാണ്, ഈ നമ്മൾ അറിവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്, ആ അറിവെന്ന് പറയുന്നത് അപരപ്രിയത്തിൽ നിലീനമായിരിക്കുമ്പോഴാണ് ജാതിഭേദങ്ങളും ഉച്ചനീചത്വങ്ങളും സമ്പൂർണമായി ഇല്ലാതാകുന്നത്. രണ്ട് കഥകൾ പറഞ്ഞു ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരിക്കൽ മധ്യ തിരുവിതാംകൂറിനുകാരായ 3 ഈഴവ പ്രമാണിമാർ ഒരിക്കൽ ശിവഗിരിയിൽ വന്നു. അവരിലൊരാൾ ഒരു പണിക്കൻ കൂടിയായിരുന്നു. CR കേശവൻ വൈദ്യരുടെ വാക്കുകളാണ്. ഗുരുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പണിക്കർ ഒരു കാര്യം പറഞ്ഞു. വിഡ്ഢിത്തം എഴുന്നള്ളിച്ചു എന്നാണ് കേശവൻ വൈദ്യർ പറയുന്നത്. പറഞ്ഞു, എന്തൊക്കെയായാലും ശരി, ഒരുത്തൻ്റെ മുഖത്ത് നോക്കിയാൽ അവൻ്റെ ജാതി അറിയാം. ഒരുത്തൻ്റെ മുഖത്ത് നോക്കിയാൽ
അവൻ്റെ ജാതി അറിയാം. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നതാണല്ലോ, അവൻ്റെ മുടി കണ്ടാൽ അറിയാം അവനൊരു കോളനി നിവാസിയാണെന്ന് എന്ന് പറയുന്നതിന് തുല്യമായ വാക്കുകൾ ഗുരുസ്വാമികൾ ചോദിച്ചു. അതെങ്ങനെ അറിയാം? എങ്ങനെയെന്ന് പറയാനാവില്ല, കണ്ടാൽ അറിയാം. അദ്ദേഹം തൻ്റെ അഭിപ്രായം ദൃഢപ്പെടുത്തി. അത് ശരിയാണോ? സ്വാമികൾ മറ്റുള്ളവരുടെ അഭിപ്രായവും ആരാഞ്ഞു. അവർ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ആ കാര്യം അങ്ങനെ വിട്ട് സംഭാഷണം തുടർന്നു. കേശവ വൈദ്യരുടെ വാക്കുകളാണ്. അല്പം കഴിഞ്ഞപ്പോൾ വെളുത്ത് ദൃഢഗാത്രനായൊരു കോമള യുവാവ് വരാന്തയിലേക്ക് സവിനയം കയറി വന്നു. എരിഞ്ഞു തീർന്നിരുന്ന ചന്ദനത്തിരിയുടെ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് പുകയുന്ന കുറേ തിരികളുമായി അത് പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവച്ചു. ഇവൻ എന്ത് ജാതിയാണെന്നറിയാമോ? തൃപ്പാദങ്ങൾ പണിക്കരോട് ചോദിച്ചു. തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുരുസ്വാമികൾ പണിക്കരോട് ചോദിച്ചു. ആദ്യം ഒന്ന് കുഴങ്ങിയെങ്കിലും നായരാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പണിക്കർ തീരുമാനിച്ചു. നായരാണെന്ന് തോന്നുന്നേ ഉള്ളൂ അല്ലേ ഗുരുവിൻ്റെ ചോദ്യം എന്ന് വീണ്ടും ഉണ്ടായ ചോദ്യത്തിന് അതെ എന്ന് തന്നെ പണിക്കർ മറുപടി പറഞ്ഞു. ആ വിഷയം പിന്നെ തുടർന്നതുമില്ല. സംഭാഷണാനന്തരം വൈദിക മഠത്തിൽ താഴോട്ടിറങ്ങുമ്പോൾ ടിയാൻ എന്നോട് ചോദിച്ചു, ആ സാമ്പ്രാണത്തിരി കത്തിച്ചു വെച്ച പയ്യൻ എന്തു ജാതിക്കാരനാ പിള്ളേ? ഞാൻ പറഞ്ഞു, പറയനാ കാരണവരെ പച്ച പറയൻ. മൂപ്പിന്ന് പിന്നെ ഒന്നും പറഞ്ഞില്ല. ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കിയിട്ട് ധൃതിയിൽ ഇറങ്ങിപ്പോയി. കുറേ നാൾ ഒരു പറയൻ തൃപ്പാദങ്ങളുടെ പാചകക്കാരനായിരുന്നിട്ടുണ്ട്. അയാളാണ് ചന്ദനത്തിരി കൊളുത്തി വെച്ചത്. ഇതായിരുന്നു നാരായണ ഗുരുസ്വാമികൾ എന്ന് പറയുന്ന മഹാമനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് ജീവിതാനുഭൂതിയുടെ സ്ഥാനങ്ങളായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ സ്വന്തം ജീവിതം കൊണ്ട് നിരസിക്കുന്ന രീതിയിൽ അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമകാലിക ലോകത്ത് ഗുരുവിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമായിരിക്കുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. AD ഹരിശർമ്മ എഴുതിയ വാക്കുകളാണ്. CR കേശവ വൈദ്യർ ഉദ്ധരിക്കുന്നു. ഞാൻ ഗുരുസന്നിധിയിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാപ്പി വന്നു. ബിസ്ക്കറ്റും പഴവും എന്തോ ഒരു പലഹാരവും കൂടി ഉണ്ടായിരുന്നു. സ്വാമിയുടെ ഇടത്തുവശത്തായി ഇരുന്നിരുന്ന് രണ്ടുപേർ എന്നെ നോക്കി എന്തോ കുശുകുശുക്കുന്നത് കണ്ടു. AD ഹരിഹര ശർമ്മ എഴുതുന്നതാണ്. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കാപ്പി കൂടി കഴിഞ്ഞു. 2 മിനിറ്റ് നേരം സ്വാമി എന്തോ ആലോചിക്കുന്നത് പോലെ കാണപ്പെട്ടു. പെട്ടെന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. പരമേശ്വരന് സംശയമായിരുന്നു, ശർമ്മ കാപ്പി കുടിക്കുമോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ നേരത്തെ കുശുകുശുത്തത് എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. പൂണൂൽക്കാരനായ ഞാൻ അവിടുത്തെ കാപ്പി കുടിക്കുമോ എന്നായിരുന്നു അവരുടെ സംശയം. ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഈ സംശയം. വളരെ പതുക്കെയാണ് അവർ സംസാരിച്ചിരുന്നത്. പക്ഷേ സ്വാമി അതെല്ലാം കേട്ട് കഴിഞ്ഞിരുന്നു. അത്ഭുതം. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ പുലയരോടുകൂടിയിരുന്ന് പുലയരുടെ കാപ്പി കുടിച്ചിട്ടുണ്ട്? ഗുരുവിൻ്റെ ചോദ്യമാണ്. AD ഹരിഹര ശർമ്മയെ മുൻനിർത്തി ഇങ്ങനെ സംഭാഷണ ശകലമുണ്ടായപ്പോൾ ഹരിശർമ്മ ഇവിടുത്തെ കാപ്പി കുടിക്കുമോ എന്ന് അന്തേവാസികൾ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അന്തേവാസികളുള്ള ഗുരുവിൻ്റെ ചോദ്യം ഇതാണ്. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ പുലയരോട് കൂടിയിരുന്ന് പുലയരുടെ കാപ്പി കുടിച്ചിട്ടുണ്ട്? പക്ഷേ നാരായണ ഗുരുസ്വാമികളുടെ ഈ ചിന്ത ജീവിതപ്രദമാക്കിയ ഒരാളായിരുന്നു സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം പുലയരുമായി കൂടിയിരുന്ന് ഭക്ഷണം പങ്കുവെച്ച് കഴിച്ചു പന്തിഭോജനം എന്ന് പറയുന്ന മഹാവിപ്ലവം നടത്തി. ചുറ്റും കൂടിയിരുന്ന ആരാധകരിൽ ഒരാൾ പോലും ഒന്നും ശബ്ദിക്കുന്നത് കേട്ടില്ല. സ്വാമികൾ തുടർന്നു, മറ്റുള്ളവരെ നിരൂപണം ചെയ്യാൻ പഠിച്ചാൽ മാത്രം പോരാ. ഹരിശർമ്മ നിങ്ങളെക്കാൾ യാഥാസ്ഥിതികമായ ഒരു സമുദായത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ നിന്ന് കാപ്പി കുടിച്ചില്ലെങ്കിൽ തന്നെ അതിൽ അത്ഭുതപ്പെടാനില്ല. എന്നിരിക്കെ ഒരു വല്ലായ്മയും കാണിക്കാതെ അദ്ദേഹം നിങ്ങളെപ്പോലെ തന്നെ സന്തോഷത്തോടു കൂടി കാപ്പി കുടിച്ചിരിക്കുന്നു. ഈ അനുഭവം മനസ്സിൽ വെച്ച് നിങ്ങളിൽ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും.
ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ അനുഭവം മനസ്സിൽ വെച്ച് നിങ്ങളിൽ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞത്. ഇത് ഗുരു നമ്മളോട് പറഞ്ഞ വാക്കുകളാണ്. നമ്മളെല്ലാവരും ഇതിനെ സംബന്ധിച്ച് ആത്മപരിശോധന നിരന്തരം നടത്തണം എന്നാണ് ഗുരുസ്വാമികൾ നമ്മളോട് സുദീർഘമായി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളോട് പറഞ്ഞു വെച്ചത് ഈ ജാതിഭേദങ്ങൾക്കെതിരായി ഒരു സിദ്ധൌഷധമാണ് ഗുരുവിൻ്റെ അപരപ്രിയമെന്ന് പറയുന്ന ആശയവും ഗുരു മനുഷ്യരെയെല്ലാം അറിവിലേക്ക് പരാവർത്തനം ചെയ്ത് എല്ലാത്തിനെയും അറിവായി കാണുന്നതോടുകൂടി ശ്രേണീകൃത അസമത്വത്തെ തന്നെ സമ്പൂർണമായി നാരായണ ഗുരുസ്വാമികൾ വിമർശവിധേയമാക്കുകയും തള്ളിക്കളയുകയും ചെയ്തു എന്നുള്ളിടത്താണ് ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെയും ചിന്തകളുടെയും പ്രസക്തി. ഈ ചിന്തകളും ഗുരുവിൻ്റെ ജീവിതവും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാത്മപരിശോധന നടത്തുന്നതിനുള്ള അവസരമായി ഞാൻ സ്വയവും നമുക്ക് ഓരോരുത്തർക്കും ഒരാത്മപരിശോധന നടത്താനുള്ള അവസരമായി ഇത് മാറട്ടെ. അങ്ങനെ മാത്രമേ ഹിംസാത്മകമായ ചാതുർവർണ്ണ്യത്തിനെതിരായി, ഹിംസാത്മകമായ സനാതന അധർമ്മത്തിന് എതിരായി അപരപ്രിയത്തിൻ്റേതായ ഒരു ലോകവീക്ഷണം നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുകയുള്ളൂ. ഗുരു പറഞ്ഞു, അറിവില്ലാത്തവരോട് ക്ഷമിക്കുക, അവരോട് വിദ്വേഷം പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് സനാതന അധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നവരോട് ശത്രുതയല്ല, അവരോട് കരുണയും അവരോട് അനുകമ്പയുമാണ് വേണ്ടത്, അവരോട് അരുളാണ് വേണ്ടത്. അരുളുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞതിലൂടെ അപരപ്രിയമെന്ന് പറയുന്ന ആശയത്തെയാണ് ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ചത്. അപരപ്രിയമെന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാതിഭേദങ്ങൾക്കെതിരായ ഒരു മഹാവിപ്ലവത്തിന് തുടക്കം സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ മോഹൻ ഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇതുമായി നിരന്തരം മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മോഹൻ ഗോപാൽ സാറിനോട് പ്രത്യേകമായ നന്ദിയും കടപ്പാടും സ്നേഹവും രേഖപ്പെടുത്തുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പാതിരാത്രി 12:30-ക്കും 1 മണിക്കും ഒക്കെ തന്നെ അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് എന്നോട് എപ്പോഴും പറയാറുള്ളത്. എനിക്ക് സമയമില്ല, സമയം വളരെ കുറവാണ്, എനിക്ക് എൻ്റെ സമയം അവസാനിച്ചു എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയാറുള്ളത് എൻ്റെ സമയം അനന്തമായി കിടക്കുന്നു എന്നാണ് എന്നോട് പറയാറുള്ളത്. അതുകൊണ്ട് അനന്തമായ സമയം തുടരട്ടെ. ഈ അനന്തമായ സമയം ഈ അപരപ്രിയത്തെ വ്യാപിപ്പിക്കാനുള്ള, ഗുരുവിൻ്റെ അറിവിൻ്റെ പൊരുൾ ഏറ്റെടുക്കാനുള്ള ഒരു മഹാസംരംഭത്തിലാണ് സാറ് ഏർപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഈ നേതൃത്വത്തിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. വളരെയധികം സന്തോഷവും സ്നേഹവും ആദരവുമെല്ലാം അദ്ദേഹത്തോട്, ഈ പ്രസ്ഥാനത്തോട്, സുദേശേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ആദർശ, സിന്ധു, ഒരുപാട് പേര്, VR ജോഷി സാറ്, എൻ്റെ പ്രിയ സുഹൃത്ത് അമൽ, വളരെ ദീർഘകാലമായി ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോവുകയാണ്. വളരെയധികം സന്തോഷത്തോടും സ്നേഹത്തോടുമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതിലുള്ള ഒരു മനസ്സിൻ്റെ നിറവ്, ആത്മീയമായ നിറവ്, ആധ്യാത്മികമായ നിറവ് കൂടി ഈ വേദിയിൽ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. അപരപ്രിയം ഒരു വലിയ പൊരുളായി മാറിത്തീരട്ടെ, നമ്മുടെ ജീവിതബോധ്യമായത് മാറിത്തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.